ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ ഡോക്ടറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളതൊരു റേഡിയോളജിസ്റ്റാണ്. കോഴിക്കോട് രാജേന്ദ്ര ഹോസ്പിറ്റലിലെ ഫീറ്റൽ റേഡിയോളജിസ്റ്റാണ് ഡോക്ടർ ഷാഹുൽ ഹാരിഷ്. സ്വാഗതം ഡോക്ടർ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് തന്നെ ജനിതക വൈകല്യങ്ങൾ, കുട്ടികളിലെ ജനിതക വൈകല്യങ്ങൾ നേരത്തെ തിരിച്ചറിയുന്നതിനെക്കുറിച്ചാണ്. സ്കാനിങ്ങിലൂടെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഇത് തിരിച്ചറിയാൻ കഴിയുന്നത്. എന്താണ് അൾട്രാസൗണ്ട് സ്കാനിങ് എന്നുള്ളതിലൂടെ അർത്ഥമാക്കുന്നത്? അൾട്രാസൗണ്ട്, ദ ടേം അൾട്രാസൗണ്ട് അത് സൗണ്ട് തന്നെയാണ്, ശബ്ദതരംഗങ്ങളാണ്. ഈ ശബ്ദതരംഗങ്ങൾ സാധാരണ അതിൻ്റെ യൂണിറ്റ് പറഞ്ഞത് ഹെർട്സാണ്. 20,000 ഹെർട്സിൻ്റെ മുകളിലുള്ള ശബ്ദതരംഗങ്ങൾ ഒരു പ്രത്യേക ക്രിസ്റ്റൽ, പീസോഇലക്ട്രിക് ക്രിസ്റ്റൽ എന്ന് പറയും. നമ്മൾ സ്കാൻ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും മിക്കവാറും. അപ്പോൾ ഒരു വടി പോലൊരു സാധനം വെച്ച് ഒരു ജെല്ലിട്ടിട്ട് ഇങ്ങനെ ഒഴിയുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സൗണ്ട് വേവ്സ് വയറിനകത്തോട്ട് ചെന്ന് കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് തിരിച്ചു വന്ന് അതിൽ നിന്ന് എടുക്കുന്ന ഇമേജസ് വെച്ച് കിട്ടുന്ന പിക്ചർ വെച്ചുള്ള ഇൻ്റർപ്രിറ്റേഷനാണ് അൾട്രാസൗണ്ട്. നമുക്ക് ഓഡിബിൾ അല്ല. ഓഡിബിൾ ആവുന്നത് വവ്വാൽ, ഡോൾഫിൻ എന്ന് പറഞ്ഞ മൃഗങ്ങൾക്കാണ് ഈ വേവ് ലെങ്ത്തിലുള്ള സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. സാധാരണ വ്യക്തികൾക്കോ മനുഷ്യർക്കോ അത് കേൾക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അതാണ് അൾട്രാസൗണ്ട്. സാധാരണ ഇതിൽ സ്കാൻ ചെയ്യുക നമ്മളെപ്പോഴും കേൾക്കുന്നൊരു പദമാണ്. ഒരു ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് സ്റ്റേജ് മുതൽ അവർ നിരന്തരം സ്കാനിങ് ചെയ്യുന്നുണ്ട്. ആദ്യഘട്ടങ്ങളിലൊക്കെ കേട്ടിരുന്നത് 2 or 3 സ്കാനിങ് ആയിരുന്നു. ഇപ്പോൾ അതിന് എണ്ണം കൂടി വരുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു പർപ്പസ്? അതുകൊണ്ട് എന്ത് അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് ഈ ഒരു മെഡിക്കൽ സയൻസിന് കിട്ടുന്നത്, അല്ലെങ്കിൽ അവർക്ക് അതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്താണ്? ഈ എണ്ണം കൂടുന്നൊന്നുമില്ല ശരിക്കും പറയുകയാണെങ്കിൽ. ഇത് ഓരോ വ്യക്തികളെ സംബന്ധിച്ച് ഒരു വ്യക്തി ഒരു ഇൻഡിവിജ്വലാണ്. ഒരു കുട്ടി, അമ്മയുടെ ഗർഭത്തിൽ കിടക്കുന്ന ഒരു കുട്ടി ഒരു ഇൻഡിവിജ്വലാണ്. അപ്പോൾ ഓരോ വ്യക്തികളെ സംബന്ധിച്ചാണ് നമ്മളതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. അതായത് സാധാരണഗതിയിൽ നമ്മളൊരു 12 ആഴ്ചയ്ക്ക് നമ്മളിപ്പോൾ 11 to 14 ആഴ്ച വരെ നമ്മൾ ന്യൂക്ലിയർ ട്രാൻസ്ലൂസൻസിയും ഡേറ്റിംഗ് സ്കാനും സാധാരണഗതിയിൽ ചെയ്യാറ്. അതിനുശേഷം അനോമലി സ്കാൻ, പിന്നെ 18 to 22 ആഴ്ചൻ്റെ ഉള്ളിൽ, അതിനുശേഷം 32 ആഴ്ചയ്ക്ക് ശേഷം ടേം സ്കാൻ. ഇതാണ് റുട്ടീൻ സെറ്റപ്പ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമുക്ക് അമ്മയ്ക്ക് നേരത്തെ തന്നെ സ്കാൻ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. ഒരു ഉദാഹരണം, കറക്റ്റ് പീരിയഡ്സ് അല്ലാത്തൊരു സ്ത്രീ, അവർക്ക് മിസ്ഡ് പീരിയഡ്സ് വന്നു. യൂഷ്വലി ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന പരിപാടി എന്താ, പീരിയഡ്സ് വന്നു കഴിഞ്ഞാൽ നാച്ചുറലി തെറ്റിക്കഴിഞ്ഞാൽ ഒരു കാർഡ് ടെസ്റ്റ് അവർ ചെയ്യും. അപ്പോൾ അവർ പ്രഗ്നൻസി പോസിറ്റീവാണ്. പക്ഷേ അവരുടെ സൈക്കിൾസ് ഒന്നും റെഗുലർ അല്ല. ഉടനെ ഗൈനക്കോളജിസ്റ്റിനെ കാണുകയും ചെയ്യും. കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവർ പറയുന്നൊരു സ്കാൻ എടുക്ക്, ഗർഭമുണ്ടോ എന്ന് അറിയണം. അപ്പോൾ ഞങ്ങളുടെ റോൾ എന്താണെന്ന് വെച്ചാൽ അറ്റ് ദ ഏർലിയസ്റ്റ് ഇവരെ ഞങ്ങൾ സ്കാൻ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഗർഭം ഉണ്ടോ ഇല്ലേ എന്ന് സ്ഥിരീകരിക്കണം. ഒന്നാമതായിട്ട് അത് ഗർഭപാത്രത്തിനകത്താണോ അല്ലയോ എന്ന് സ്ഥിരീകരിക്കണം. ഇതിലുപരി ആദ്യത്തെ ഗർഭമാണെങ്കിൽ ഈ സ്ത്രീയുടെ യൂട്രസിൻ്റെ ഘടന അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 20 ആഴ്ച വന്ന ഗർഭിണിയായ ഒരു സ്ത്രീയെ ഞാൻ ആദ്യമായിട്ട് സ്കാൻ ചെയ്യുകയാണെങ്കിൽ ആ യൂട്രസിൻ്റെ സ്ട്രക്ചർ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് മുകളിലോട്ട് കയറി പെൽവിക് ഓർഗാനിൽ നിന്ന് മുകളിലോട്ട് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആ യൂട്രസിൻ്റെ ഘടന പല വൈകല്യങ്ങളുണ്ട്. അത് മിസ്കാരേജ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ അണ്ടത്തിൻ്റെ സിറ്റുവേഷൻസ്. അപ്പോൾ ആസ് സച്ച് നമുക്കെല്ലാം, പിന്നെ നമ്പർ ഓഫ് പ്രഗ്നൻസീസ്, ട്വിൻസ് ആണോ സിംഗിൾട്ടൺ ആണോ, പിന്നെ വളരെ റെയറായിട്ട് 1 in 30,000 ഹെറ്ററോടോപ്പിക്, അകത്തും പുറത്തും വരാം. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു എർലി സ്കാൻ കൊണ്ട് സാധിക്കും. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് ഒരു ഇൻഡിവിജ്വലൈസ് നമ്മൾ എല്ലാവരും ഒരേപോലെയാണെന്ന് പറയരുത്. ആ വ്യക്തിയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ തീർച്ചയായും അറ്റ് ദി ഏർലിയസ്റ്റ് നമ്മൾ സ്കാൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇത് ഇപ്പം ജനിതക വൈകല്യങ്ങൾ എന്ന് പറയുന്ന അത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ നമുക്ക് ഏത് സ്റ്റേജ് മുതൽ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും? അതും നമുക്ക് എല്ലാം ഒരു അണ്ടർ വൺ റൂഫ് എന്ന് പറയാൻ പറ്റില്ല. പലതരത്തിലാണ്. പക്ഷേ എങ്കിൽ അതിൽ പ്രധാനമായിട്ട് ചില കണ്ടീഷൻസ് നമുക്ക് 10 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് അനൻകഫലി, കുട്ടിയുടെ തലച്ചോറില്ലായ്മ വളരെ നേരത്തെ തന്നെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ റുട്ടീൻലി നമ്മൾ പ്രോട്ടോക്കോൾ, ഇതിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോൾസ് ഉണ്ട്. ISCOGയുടെ ഒരു പ്രോട്ടോക്കോൾസ് ഉണ്ട്. ഈ പ്രോട്ടോക്കോൾസ് പ്രകാരം ആദ്യത്തെ അനോമലി വൈകല്യം സ്കാൻ ചെയ്യുന്നത് 11 ആഴ്ച തൊട്ട് 14 ആഴ്ച വരെയാണ്. ആ സമയത്താണ് നമ്മൾ പ്രധാനമായുള്ള വൈകല്യങ്ങളും പല കാര്യങ്ങളും നമ്മൾ കാണുന്നത്, ആദ്യത്തെ സ്കാനിങ്. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനനുസരിച്ച് ആ സമയത്താണ് അഡ്വൈസ് കൊടുക്കുന്നത്. ഇപ്പോൾ 11 to 14 ആഴ്ച കൊണ്ട് ഞങ്ങൾ നോക്കുന്ന ഒരു 4-5 പാരാമീറ്റേഴ്സ് ഉണ്ട്. അതിൽ കുട്ടിയുടെ കഴുത്തിൻ്റെ ഉള്ള കട്ടി, അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ കുറിച്ചുള്ളൊരു പഠനം, മൂക്കിൻ്റെ പാലത്തിൻ്റെ അളവ്, ഇങ്ങനെ ഒരു 4-5 ഘടകങ്ങൾ ഞങ്ങൾ അതെല്ലാ റിപ്പോർട്ടിലും ഇപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ന്യൂക്ലിയർ ട്രാൻസ്ലൂസൻസി എന്ന് പറയും, നാസൽ ബോണോസിഫിക്കേഷൻ, ഡക്ടസ് ഫിനസ് സാമ്പിളിംഗ്, ട്രൈക്കസ്പിഡ് റികസിറ്റേഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊപ്പം തന്നെ ഇറ്റ്സ് എ ഡേറ്റിംഗ് സ്കാൻ.
അപ്പോൾ നമുക്കതിൻ്റെ കറക്റ്റ് വളർച്ച നമുക്ക് പറയുകയും ചെയ്യാം. മാത്രമല്ല ഈ പറഞ്ഞ പോലെ യൂട്രസിൻ്റെ ഘടനകളും കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. ഇതിലെന്തെങ്കിലും അപാകതകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ യൂഷ്വലി വാട്ട് വി ഡു ഈസ് നമ്മളൊരു ലാബിൻ്റെ ഒരു ടെസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ആ കണ്ടീഷൻ എന്താണെന്നുള്ളത് കോർണർ ചെയ്യും. കാരണം നമുക്കത് ആ കണ്ടീഷൻ അപ്പം തന്നെ നമുക്കത് പിക്ക് ചെയ്ത് പ്രത്യേകിച്ച് ഡൗൺസോ അങ്ങനെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് അപ്പം തന്നെ ഡയഗ്നോസ് ചെയ്ത് നമുക്കൊരു ക്രൈറ്റീരിയയിൽ എത്താം. എന്ത് ചെയ്യണം, ഹൗ ടു പ്രൊസീഡ് നെക്സ്റ്റ് എന്നുള്ളത് നമുക്ക് ആ തീരുമാനം. അപ്പോൾ അത്ര നേരത്തെ നമുക്ക് വളരെ നേരത്തെ തന്നെ ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഈ 12 വീക്സ് 11 to 14 വീക്സിൽ തന്നെ നമുക്ക് ഈ കാര്യം കണ്ടുപിടിക്കാൻ പറ്റുന്നത് വളരെ ഒരു അനുഗ്രഹമാണ്. കാരണം ഒരു കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ടെന്ന് വെച്ചോളൂ. ഇപ്പോൾ സപ്പോസ് NT വളരെ കൂടുതലാണ്, അതിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു തകരാറുണ്ട്, ഡാക്ടേഴ്സിൽ പ്രോബ്ലം ഉണ്ടെന്ന് നിങ്ങൾ വെച്ചോളൂ. ഒരു 14 ആഴ്ചയിൽ നമ്മളത് ഒഴിവാക്കുന്നതും ഒരു 40 ആഴ്ച ഒരു ഗർഭം ക്യാരി ചെയ്ത് അതിനൊക്കെ ഒഴിവാക്കുന്നതിനും രണ്ട് അർത്ഥങ്ങളാണ്. അപ്പോൾ ആ ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ വെച്ച് നമുക്ക് ഏറ്റവും ഏർലിയസ്റ്റ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ, നമുക്ക് ഏതായാലും ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് നേരിട്ട് ചോദിക്കാനുള്ള ചില സംശയങ്ങളുണ്ട് ഡോക്ടറോട്. തലയോലപ്പറമ്പിൽ നിന്നാണ് വിളിക്കുന്നത്. ചോദിച്ചോളൂ, എന്താണ് സംശയം? ഹലോ ഡോക്ടർ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ. സർ, ഞാൻ 6th വീക്ക് പ്രഗ്നന്റ് ആണ്. പ്ലീസ്. അപ്പം എനിക്ക് ഇതുവരെ സ്കാനിങ് ഒന്നും നിർദ്ദേശിച്ചിട്ടില്ല. അപ്പൊ 3 മാസം ആവുമ്പം സ്കാൻ NT സ്കാനിങ് ചെയ്താൽ മതി എന്നാ പറഞ്ഞത്. അപ്പൊ ഇപ്പൊ ഒരു എക്ടോപിക് പ്രഗ്നൻസി ഒക്കെ റൂൾ ഔട്ട് ചെയ്യാൻ ഞാൻ ഈ ഇയർലി സ്കാനിങ്ങിന് പോകേണ്ടതുണ്ടോ? നിങ്ങളെ ഫസ്റ്റ് പ്രഗ്നൻസി ആണോ അത്? അല്ല, ഫസ്റ്റ് എനിക്കൊരു ബേബി ഉണ്ട്. സെക്കൻഡ് പ്രഗ്നൻസി. ഇത് ഞാൻ പറഞ്ഞില്ലേ, കാറ്റഗറൈസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ യൂഷ്വലി NT വെച്ചാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാറ്. കാരണം നിങ്ങൾ ഈ നേരത്തെ നമ്മൾ മാം പറഞ്ഞ പോലെ നമ്പർ ഓഫ് സ്കാൻസ് കൂടുന്നോ എന്നുള്ളൊരു ഇഷ്യൂ ഇല്ലാതില്ല. പക്ഷേ എന്നിരുന്നാലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചെയ്യാം. ഈ എക്ടോപിക് എന്ന സംഗതി യൂഷ്വലി നമ്മൾ വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് കേസസിൽ കാണുന്നതാണ്. അതിൻ്റെ സിംറ്റംസ് ഉണ്ടെങ്കിൽ തീർച്ചയായും പ്രത്യേകിച്ച് വയറുവേദന, തലകറക്കം, ബാക്കിയുള്ള അൺഈസിനെസ് ഒക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് ചെയ്യുന്നതിൽ തെറ്റില്ല. എന്തായാലും ഏർലി പ്രഗ്നൻസി സ്കാൻ മാൻഡേറ്ററി അല്ലെങ്കിലും നമുക്കത് ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും ഒരു തെറ്റില്ല. അത് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇൻട്രായൂട്രൈൻ സാക്കാണോ, നിങ്ങളെ യൂട്രസിൽ വല്ല ഫൈബ്രോയിഡ്സ് വല്ലതും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞോ, അതുപോലെ തന്നെ അണ്ടത്തിന് വല്ല കോംപ്ലിക്കേഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമാക്കാൻ ആ സ്കാൻ സഹായിക്കും. പക്ഷേ അതൊരു ക്രൈറ്റീരിയ ആയിട്ട് നിങ്ങൾക്ക് ഇത്ര ആഴ്ചൻ്റെ ഉള്ളിൽ ചെയ്യണം എന്ന് പറയേണ്ട ആവശ്യം ഇല്ല. അതുകൊണ്ടാണ് ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ NT സ്കാൻ ചെയ്താൽ മതി. ആ NT സ്കാനാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു സ്കാൻ. മോസ്റ്റ് വെൽക്കം. ഇതിലിപ്പം 2 തരത്തിലും ചോദ്യങ്ങൾ വരാറുണ്ട്. ഒന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്നിലധികം തവണ കൂടുതൽ തവണ സ്കാൻ ചെയ്യാൻ ഡോക്ടർമാർ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം പറയും. മറുവിഭാഗം ഇതേപോലെ എന്നോട് കൂടുതൽ സ്കാനിംഗ് ഒന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളൊരു ടെൻഷൻ. ഇത് നമ്മുടെ കേരളത്തിൽ സംബന്ധിച്ച് വിദ്യാഭ്യാസപരമായിട്ട് നമ്മൾ വളരെ മുന്നോട്ട് നിൽക്കുന്നൊരു സംസ്ഥാനം, അത് പറയാതിരിക്കാൻ വയ്യ. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കുമ്പോൾ ഹെൽത്തിലെ ഏറ്റവും പ്രയോറിറ്റി ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റാണ് കേരളത്തിലെ ജനത. അതുകൊണ്ട് ഞങ്ങൾക്ക് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡോക്ടേഴ്സിന് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ അതിൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ അവെയർനെസ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവർക്ക് കൺവേ ചെയ്യാം, ഇന്നൊരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ ഈ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഇവർക്കുള്ള ഡൗട്ട്സ് ഒരുപാട് ഡൗട്ട്സാണ്. ആവശ്യമില്ലാത്ത ഡൗട്ട്സ്, ആവശ്യമുള്ള ഡൗട്ട്സ് ഒരുപാടുണ്ട്. പക്ഷേ തീർച്ചയായും ഈ ചോദ്യം പ്രസക്തിയുള്ളതാണ്. അപ്പോൾ നമ്പർ ഓഫ് സ്കാൻസ് ചില ഘട്ടങ്ങളിൽ ചില പേഷ്യൻസിന് എണ്ണം കൂടുതൽ ചെയ്യേണ്ടതായി വരും. ഇപ്പോൾ ഈ മാം പറഞ്ഞ പോലെ ഇവർക്കിപ്പോൾ സെക്കൻഡ് സ്കാനാണ്, അവർക്ക് സംശയമുണ്ട്. നാച്ചുറലി ഇപ്പോൾ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ തീർച്ചയായും ഒന്ന് നോക്കുമെന്ന് പറയും. നോക്കില്ല എന്ന് ആരും പറയില്ല. പിന്നെ രണ്ടാമത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്പോട്ടിങ്. ഏർലി പ്രഗ്നൻസി ഇപ്പോൾ സ്കാനിങ് ഗർഭിണിയാണ്, പക്ഷേ അത്യാവശ്യമില്ല, ഹെൽത്തിയാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർക്കൊരു സ്പോട്ടിങ് പറഞ്ഞാൽ ഗർഭത്തിൽ നിന്ന് ചെറിയ രക്തത്തിൻ്റെ കറ കാണുന്നു. നാച്ചുറലി ഇത് വയബിൾ ആണോ എന്നുള്ള സംശയമായി. അപ്പം ഈ 11 ആഴ്ച 12 ആഴ്ച വരെ ഇവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ദേ ഹാവ് ടു ഗോ ഫോർ എൻ ഏർലി സ്കാൻ. അതുകൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് അബ്ഡോൺ പെയിൻ, വയറുവേദന വന്നു, എന്ത് ചെയ്യാൻ പറ്റും? ഇത് എക്ടോപിക് ആണോ, വേറെ വല്ല ഈ മൂത്രത്തിലെ കല്ല് കൊണ്ടാണോ, പഴുപ്പാണോ എന്നുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടും ആവാം. അപ്പം നമുക്കതിന് കോർണർ ചെയ്യണം, നമുക്ക് പ്രോപ്പർ ഡയഗ്നോസിസ് കിട്ടണം. അത് ആ കാര്യം കിട്ടാൻ വേണ്ടി നമ്മൾ സ്കാൻ ചെയ്യാനേ പറ്റുള്ളൂ. കൃത്യമായ ചികിത്സ എത്തിക്കുന്നതിന് വലിയ ഗുണം തന്നെയാണ്. കാരണം ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ അൾട്രാസൗണ്ട് വളരെ നല്ലൊരു മൊഡാലിറ്റിയാണ്. കാരണം ഇതിൽ 2-3 കാര്യങ്ങൾ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നു. ഒന്ന്, ഇറ്റ്സ് എ വെരി കോസ്റ്റ് എഫക്റ്റീവ് ടെസ്റ്റ്. നിങ്ങളൊരു MR ചെയ്യണോ CT ചെയ്യോ എന്ന് ചെയ്യുന്നതിനെ പോലെ അത്ര കോസ്റ്റ് എഫക്റ്റീവ് ഇല്ല. പിന്നെ എല്ലാവരുടെയും അവൈലബിൾ ആണ്. അൾട്രാസൗണ്ട് സെൻറ്റേഴ്സ് ഇല്ലാത്ത ഒരു സ്ഥലമുണ്ടോ? നാട്ടിൽ നിങ്ങൾ നോക്കൂ, 4 സ്കാനിങ് സെൻറ്റേഴ്സ് ഉണ്ടാവും, ക്വാളിഫൈഡ് ആളുകളുണ്ട്. അപ്പോൾ നാച്ചുറലി വ്യക്തികൾക്ക് വളരെ എളുപ്പത്തിൽ ചിലവ് കുറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ്. പിന്നെ സേഫുമാണ്. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. നമുക്ക് ഏതായാലും ഒരു കോളർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. തിരൂരിൽ നിന്നാണ് വിളിക്കുന്നത്. സനൂപ് ചോദിച്ചോളൂ, എന്താണ് സംശയം?
സാർ പറയൂ പ്ലീസ്. ഹലോ ഹലോ സാറേ, ആ എന്റെ വൈഫ് സെക്കൻഡ് പ്രഗ്നൻസി ആണ്. പറയൂ. അപ്പോ ഞങ്ങള് പ്രഗ്നൻസി ആയത് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. അപ്പോ മെഡിസിനുകൾക്ക് പനി ഉണ്ടായിരുന്നു. ഓക്കെ അപ്പൊ മെഡിസിൻ കഴിച്ചിരുന്നു. ഓക്കെ ഗവൺമെന്റിൽ കാണിച്ചിട്ടുള്ള മെഡിസിൻ കഴിച്ചിരുന്നു. ഓക്കെ. അപ്പോ അതുകൊണ്ട് എന്തൊരു ബുദ്ധിമുട്ടുണ്ടാവും അറിയാൻ വേണ്ടിട്ട് പിന്നെ കാണിച്ചപ്പോ പ്രഗ്നൻസി ഉണ്ട്. ഇപ്പോ 35 ദിവസമായിരുന്നു. ഓക്കെ. ഇതിൽ ഒരു പ്രധാന പ്രശ്നം ഇത് തന്നെയാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്കാനിങ് എന്തിനാണ് വളരെ 10 ആഴ്ച മുമ്പ് ചെയ്തത്, അതൊരു ഇൻഡിക്കേഷനാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നാച്ചുറലി ഈ 10 ആഴ്ചക്ക് മുമ്പ് ഈ പറഞ്ഞ പോലെ ഈ മിസ്ഡ് പീരിയഡ്സ്, നമുക്ക് റോങ് ഡേറ്റ്സ്, ഇതിന് എന്തായാലും സ്കാൻ ചെയ്യേണ്ട അത്യാവശ്യമാണ്. പിന്നെ ജനിതക വൈകല്യങ്ങൾ 10 ആഴ്ചക്ക് മുമ്പ് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ കഴിച്ച മരുന്ന് ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കുക, ഒരു ഗൈനക്കോളജിസ്റ്റിനായിട്ട് ഡിസ്കസ് ചെയ്യുക. അതിനുശേഷം ആ മരുന്ന് എത്രത്തോളം കുട്ടിക്ക് ഹാനികരമുണ്ടെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷമുള്ള തീരുമാനം എടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ സ്കാനിങ് എന്തായാലും ചെയ്യണം. കാരണം വെച്ചാൽ ഈ ഞാൻ പറഞ്ഞ നേരത്തെ കാര്യങ്ങൾ, ഒന്ന് നിങ്ങൾ ഗർഭിണിയാണെങ്കിൽ ആ ഗർഭം ഉള്ളിൽ തന്നെയാണോ, അതുപോലെ തന്നെ വേറെ വല്ല ഇഷ്യൂ ഉണ്ടോ, മൾട്ടിപ്പിൾ പ്രഗ്നൻസി ആണോ, ഹെറ്ററോടോപിക് പ്രഗ്നൻസി, എന്താ കാര്യങ്ങളെന്നൊക്കെ അറിയണമെങ്കിൽ വ്യക്തമായിട്ടൊരു പിക്ചർ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സ്കാനിങ് ചെയ്തേ പറ്റൂ. അതിനുശേഷം ഞങ്ങൾ പോയിട്ട് കാണിച്ചപ്പോ ഹൃദയ വെടിപ്പൊക്കെ കാണിച്ചു തന്നെ. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, നോർമലാണെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ നാച്ചുറലി നിങ്ങൾ കഴിച്ച മരുന്ന് കുട്ടിക്ക് ദോഷമില്ലാത്തതായിരിക്കാം. അതുകൊണ്ടാണല്ലോ അവർ പറഞ്ഞത് കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ അവരുടെ ഉപദേശപ്രകാരം അത് കണ്ടിന്യൂ ചെയ്യുക. എന്ത് വേണമെങ്കിൽ ചെയ്യുക, NT സ്കാനിങ് അടുത്തത് ചെയ്യുക. അതിൽ നോക്കിയിട്ട് പിന്നെ ഡിസിഷൻ എടുക്കാം. മോസ്റ്റ് വെൽക്കം. മറ്റൊരു കോളർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡോക്ടറോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട്. ഷാമില മലപ്പുറത്ത് നിന്നാണ് വിളിക്കുന്നത്. ഷാമില, ചോദിച്ചോളൂ, എന്താണ് സംശയം? ഹലോ, 2-3 മാസം മുമ്പ് എനിക്കൊരു ഹെമറാജിക് സിസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു 5 സെന്റിമീറ്റർ വലിപ്പമുള്ളത്. പിന്നെ അത് മരുന്നിലൂടെ പോയി. പിന്നെ അതിനുശേഷം 2-3 പ്രാവശ്യം ഇത് വന്നുകൊണ്ടിരിക്കുക. അതിന് വലിയ പരിഹാരമുണ്ട്? ഇത് ഹെമറാജിക് സിസ്റ്റ് പറഞ്ഞാൽ ഇറ്റ്സ് എ കോമൺ എൻറ്റൈറ്റി. അത് എൻഡോമെട്രിയൽ സിസ്റ്റാണോ, എൻഡോമെട്രിയൽസ് കൊണ്ടാണോ, എന്ത് കാരണം കൊണ്ടാണെന്ന് നമുക്ക് നോക്കാതെ പറയാൻ കഴിയില്ല. ഈ എൻഡോമെട്രിയൽ സിസ്റ്റ് പറയും. സ്കാൻ ചെയ്തപ്പോൾ സിമ്പിൾ സിസ്റ്റ് ആണെന്നാ പറഞ്ഞത്. സിമ്പിൾ സിസ്റ്റ് യൂഷ്വലി വലിയ പ്രശ്നക്കാരനല്ല. സിസ്റ്റിൽ 2 തരത്തിലാണുള്ളത്, സിമ്പിൾ ബിനൈൻ സിസ്റ്റും മാലിഗ്നൻറ്റ് സിസ്റ്റും. ഈ ഇപ്പോൾ മാലിഗ്നൻസിയുടെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. സിമ്പിൾ സിസ്റ്റ് യൂഷ്വലി പ്രശ്നക്കാരനല്ല. സാധാരണഗതിയിൽ അത് പ്രശ്നമില്ലാതെ ചികിത്സയിൽ തന്നെ മാറാവുന്നതാണ്. പക്ഷേ വല്ല വയറുവേദന ബുദ്ധിമുട്ടുള്ള ഒറ്റ വരികയാണെങ്കിൽ ഉടനെ ഗൈനക്കോളജിസ്റ്റിനായിട്ട് കാണണം. ഈ സിമ്പിൾ സിസ്റ്റ് വലിപ്പം കൂടുകയാണെങ്കിൽ തിരിയാനുള്ള സാധ്യത കൂടുതലാണ്. 3 സെന്റിമീറ്റർ യൂഷ്വലി സിസ്റ്റ് 3 സെന്റിമീറ്റർ മുകളിലുള്ള കുമിളകൾക്കാണ് നമ്മൾ സിസ്റ്റ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ കുറഞ്ഞ് കാണാറുണ്ട്. നിങ്ങളുടെ സ്ഥിതി നമുക്ക് നോക്കാതെ ഒന്നും പറയാൻ കഴിയില്ല. അത് സാധാരണഗതിയിൽ പോയി കാണാറുണ്ട് കുട്ടി. അതെന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്കത് പോവില്ല എന്ന് പറയാൻ കഴിയില്ല. പോയി കാണാറുണ്ട്. ഒരുപാട് കേസുകൾ നമ്മൾ ചെയ്യാറുണ്ട്. സിമ്പിൾ സിസ്റ്റ് ഒരു സൈക്കിൾസ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം അത് റപ്ചറായി പോകുന്നത് കണ്ടിട്ടുണ്ട്, പൊട്ടിപ്പോകുന്നത് കണ്ടിട്ടുണ്ട് ഒരുപാട്. അതുകൊണ്ട് വേറെ സൈഡ് എഫക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് അത് തിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേദന ഉണ്ടാവാം. അതിനകത്ത് ബ്ലീഡിങ് ഇനിയും ഉണ്ടാവാം. സിമ്പിൾ സിസ്റ്റ് പറഞ്ഞാൽ ബ്ലീഡിങ് ഇല്ലാത്ത ഒരു വെള്ളം കെട്ടുള്ള ബലൂണിനകത്ത് വെള്ളം നിറയ്ക്കുന്നത് എങ്ങനെ അതേപോലെയുള്ളൊരു അവസ്ഥയാണ്. അതിനകത്ത് ബ്ലീഡ് ചെയ്യുമ്പോഴാണ് ഈ ഹെമറേജിക് സിസ്റ്റ് എന്ന് വരുന്നത്. അത് തിരിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കും, വേദന വരും, ബാക്കിയുള്ള കോംപ്ലിക്കേഷൻസ് വരാം. പക്ഷേ അത് നിങ്ങൾക്ക് വരണമെന്ന് 100% ഇല്ല. മനസ്സിലായില്ലേ? അതൊക്കെ നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അതിനെക്കുറിച്ചൊന്നും അറിയേണ്ട. നിങ്ങൾ ആ സിസ്റ്റിനെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. അത് മിക്കവാറും പൊട്ടിപ്പോവും, പേടിക്കേണ്ട. ഡോക്ടർ തുടരുന്നു. ഡോക്ടർ ഷാഹുലാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. റേഡിയോളജിസ്റ്റാണ്. നമ്മൾ കുട്ടികളിലെ ജനിതക വൈകല്യങ്ങളെ സ്കാനിങ്ങിലൂടെ തിരിച്ചറിയുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏതായാലും ബഹ്റൈനിൽ നിന്നൊരു കോളർ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അനൂപ് ബഹ്റൈനിൽ നിന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അനൂപ്, ചോദിച്ചോളൂ, എന്താണ് സംശയം? എൻ്റെ വൈഫിൻ്റെ റിലേഷനാണ് ചോദിക്കുന്നത്. അനൂപ്, സംസാരിക്കുന്നത് കേൾക്കുന്നില്ല. കുറച്ചുകൂടെ ശബ്ദത്തിൽ സംസാരിക്കുമോ? ഓക്കെ, എൻ്റെ വൈഫ് 23 വീക്സ് പ്രഗ്നൻ്റ് ആണ്. ഓക്കെ, പറയൂ. ലാസ്റ്റ് സ്കാനിങ്ങിൽ ഫ്ലൂയിഡ് അധികമാകുന്നുണ്ട്. ഒരു 4D സ്കാനിങ് പ്രൊസീജർ. ഓക്കെ, പറയൂ. അവർ കൽപ്പറ്റയാണ്. കൽപ്പറ്റ 4D സ്കാൻ ഇല്ലാത്തവർക്ക് കാലിക്കറ്റ് പോയിട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ. അതെന്തുകൊണ്ടാണ് ഫ്ലൂയിഡ് കൂടുതലാകുന്നത്? അങ്ങനെ ഫ്ലൂയിഡ് കൂടുതലാവുന്ന യൂഷ്വലി നോർമലി ചിലർക്ക് ഫ്ലൂയിഡ് വളരെ കൂടുതലായി കാണാറുണ്ട്. ദാറ്റ് ഈസ് ഇഡിയോപ്പതി. കോസ് എന്താണെന്ന് അറിയില്ല, ഫ്ലൂയിഡ് കൂടാറുണ്ട്. പക്ഷേ ഒരുപാട് ഇപ്പോൾ ഏർലി മെറ്റേണൽ ഡയബറ്റീസ്, അതുപോലെ തന്നെ പല വൈകല്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ്, ഉദാഹരണത്തിന് നമ്മൾ നട്ടലിൽ വരുന്ന ഓപ്പൺ, അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ
ഒരുപാട് വൈകല്യങ്ങളും വരാം, ഫ്ലൂയിഡ് കൂടുതൽ. മേജർ കോസ് നമ്മൾ കണ്ടുവരുന്നത് ഫ്ലൂയിഡ് കൂടുന്നത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഒപ്പം തന്നെ ഈ ക്രോമോസോമൽ അനോമലീസിന് ഒരു ഇൻഡയറക്റ്റ് എവിഡൻസ് ആണ് ഫ്ലൂയിഡ് അക്യൂമുലേഷൻ. അപ്പോൾ മേജർ കോസ് ഈസ് നോർമൽ ഓൺലി, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ 4D സ്കാൻ എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഡീറ്റെയിൽഡ് അനോമലി സർവേ ആണ്. അപ്പോൾ ആ കുട്ടിയുടെ 4D ചെയ്യുന്നതൊപ്പം തന്നെ 2D സ്കാൻ പ്രോപ്പറായി ചെയ്താൽ തന്നെ നമുക്ക് ഒരുവിധം വൈകല്യങ്ങളെല്ലാം നമുക്ക് 20-23 ആഴ്ച, ഈ 18-23 ആഴ്ച കൊണ്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കൂടെ 4D അഡീഷണൽ കോൺട്രിബ്യൂഷനും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുഞ്ഞിന് വൈകല്യം കൊണ്ടാണോ ഈ പ്രശ്നങ്ങൾ വരുന്നത്, അതല്ല ഈ നേരത്തെ പറഞ്ഞ പോലെ ഇഡിയോപ്പതി കോസ് അറിയില്ല, നോർമലായിട്ട് കുറച്ച് വെള്ളം കൂടുന്നതാണോ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവരൊരു ഹയർ സ്റ്റഡി സെൻറ്ററിലോട്ട് നിങ്ങളെ ലെവൽ 3 സ്കാനിലോട്ട് നിങ്ങളെ അയച്ചത്. കണ്ണൂരിൽ നിന്ന് വേറൊരു കോളറോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. രൂപ ചോദിച്ചോളൂ. ഹലോ. ഹലോ, ഡോക്ടർ, ഞാൻ എന്റെ ഡോട്ടർ ഇൻ ലോന് വേണ്ടിയാണ്. പ്ലീസ് ടെൽ മീ. ഡോട്ടർ ഇൻ ലോ കഴിഞ്ഞ ജൂൺ 25 അവള് ലാസ്റ്റ് പീരിയഡ്സ് ആയതാണ്. അവള് കൺസീവ് ചെയ്തു. അവള് ഗൾഫിലായിരുന്നു കൺസീവ് ചെയ്തപ്പോ. അത് കഴിഞ്ഞ് അവൾ അവിടുന്ന് 2 മാസം കഴിഞ്ഞപ്പോ സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് 3 months കഴിഞ്ഞപ്പോ അവിടെ നാട്ടിലേക്ക് വന്നു. കണ്ണൂരാണ്. കണ്ണൂര് വന്നപ്പോ ഇവിടുന്ന് October 2 വീണ്ടും സ്കാൻ ചെയ്തു. അപ്പോഴും നോ അനോമലി. മറ്റേ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, അതിലുമില്ല. അവള് 28 years ആയിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും അനോമലി ഉണ്ടോ എന്ന് പറയാൻ വേണ്ടി അവര് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അതും ചെയ്തു. അത് കഴിഞ്ഞ് അവള് പേരൻസ് എവിടെയായിരുന്നു, അവിടെ മംഗലാപുരത്ത്. അതുകൊണ്ട് മംഗലാപുരത്താണ് അവർ കാണിച്ചത്. അത് കഴിഞ്ഞ് സ്റ്റിൽ 6 months വരെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. 6th month അവരൊന്ന് സ്കാൻ ചെയ്തപ്പോ ബേബി എല്ലാം ഓക്കെ ആന്ന് പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് ഒരു 6th month 7th month സ്റ്റാർട്ട് ചെയ്തപ്പോ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു, എന്റെ മോൻ വന്നിട്ടുണ്ടായിരുന്നു ഗൾഫിൽ. അപ്പൊ ജസ്റ്റ് ഒന്ന് ഡോക്ടർ കാണിക്കാൻ വേണ്ടി പോയപ്പോ ഡോക്ടർ പറഞ്ഞു കുട്ടീന്റെ ഹാർട്ട് ബീറ്റ് ഇറഗുലർ ആണ്, പെട്ടെന്ന് AJ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞു. അവിടെ എത്തുമ്പോഴത്തേക്ക് കുട്ടി ഡെത്തായി. 7th month ആയിരുന്നു. അത് എന്തായിരിക്കും ഇനിയിപ്പോ അടുത്ത പ്രഗ്നൻസിക്ക് കുട്ടീനെ ഓട്ടോപ്സി ചെയ്തു. അതിലൊന്നും കാര്യമായി സീരിയസ് ആയ പ്രശ്നങ്ങൾ ഹാർട്ടിനോ ലിവർ ലങ്സിനോ ഒന്നും ഇല്ല എന്നാ പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഇത് ഇനിയിപ്പോ അടുത്ത പ്രഗ്നൻസിക്ക് അവർക്ക് എന്തെങ്കിലും പ്രത്യേക കെയർ എടുക്കണോ എന്താണെന്ന് അറിയാൻ വേണ്ടിയാ ഡോക്ടർ. നല്ലൊരു ക്വസ്റ്റ്യനാണ് മാം ചോദിച്ചത്. ഇതിൽ പ്രധാനമായിട്ടും ആദ്യം അനോമലി എന്താണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു ഫാക്ടറാണ്. ഈ അനോമലി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന ഒരു അവയവത്തിൻ്റെ സ്ട്രക്ചറൽ അനോമലിയെ ഒരു സ്കാൻ കൊണ്ട് നമുക്ക് പറയാൻ കഴിയുള്ളൂ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മൾ ഫങ്ഷണൽ അനോമലി ആർക്കും പറയാൻ കഴിയില്ല. അത് സ്രഷ്ടാവിന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. നിങ്ങളുടെ ഒരു കൈയുണ്ട്, ഈ കൈയിന് ഈ 2 എല്ലുണ്ട്, ഈ കൈയിൻ്റെ രൂപം ഇങ്ങനെയാണ്, ഇതിൻ്റെ അളവ് കൃത്യമാണ്, എത്രയും ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. ഈ കൈ എത്രത്തോളം രീതിയിൽ മൂവ് ചെയ്യുന്നു. ആക്ടിവിറ്റീസ് ഞങ്ങൾ മൂവ്മെൻറ്റ് കാണും, പക്ഷേ ഒരു ഉദാഹരണം വേണ്ടി പറഞ്ഞാണെന്ന് മാത്രം. അപ്പം നമുക്കതിൻ്റെ പ്രവർത്തനം, അപ്പോൾ തലച്ചോറ് നിങ്ങൾ സ്കാൻ ഞങ്ങൾ ചെയ്യുമ്പോൾ 4 ലെവൽ തലച്ചോറിൻ്റെ 4 ലെവൽ ഞങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ കറക്റ്റ് അനാട്ടമി കറക്റ്റാണോ അല്ലയോ എന്നുള്ളത് നോക്കും. പക്ഷേ ഈ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പഠിക്കുന്നോ, നമുക്ക് ഡിസ്റ്റിങ്ഷൻ വാങ്ങുന്നോ, അല്ലെങ്കിൽ ഈ കുട്ടി നാളെ ഇന്ന ലെവലിൽ എത്തുന്നു എന്നുള്ളത് ഒരു സ്കാൻ ചെയ്ത് നമുക്ക് പറയാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ അതൊന്ന്. പിന്നെ ഈ ഹാർട്ടിന് റിതം അബ്നോർമാലിറ്റീസ് പറഞ്ഞൊരു സംഭവമുണ്ട്. ഹൃദയത്തിൻ്റെ ഞങ്ങൾ അനോമലി ചെയ്യുന്ന സമയത്ത് 2-3 കാര്യങ്ങളാണ് ഞങ്ങൾ നോക്കുന്നത്. ഒന്ന് ഫീറ്റൽ എക്കോ. ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡായിട്ട് 18-22 ആഴ്ചൻ്റെ ഉള്ളിൽ കുട്ടിയുടെ ഹൃദയത്തിൻ്റെ അറകളുടെ പഠനം, ഇതിൻ്റെ രക്തക്കൊള്ളികളുടെ പഠനം, ഇതിൻ്റെ റിതം, ഈ റിതം നമ്മൾ നോക്കും. അപ്പോൾ റിതം നോക്കുമ്പോൾ ആ സമയത്ത് എന്തായാലും ഡോക്ടർ നോർമൽ പറഞ്ഞ സ്ഥിതിക്ക് ഈ റിതം നോർമലായിരിക്കും, ഇവരുടെ കാര്യങ്ങളെല്ലാം ഹാർട്ടിൻ്റെ അറകൾ നോർമലായിരിക്കും. അതുകൊണ്ടാണ് ഓട്ടോപ്സിയിലെല്ലാം വളരെ പെർഫെക്റ്റായി കിട്ടിയത്. അപ്പോൾ ഇതെല്ലാം നോർമലായ സ്ഥിതിക്ക് ടേമിൽ ഈ പറഞ്ഞ പോലെ ഹാർട്ട് ബ്ലോക്സ് എന്ന് പറയില്ലേ, നമ്മൾ അഡൽസിന് വരുന്ന പോലെ ഹാർട്ട് ബ്ലോക്സ്, റിതം അബ്നോർമാലിറ്റി, അരിത്മിയാസ്, ഇതെല്ലാം കുട്ടികൾക്കും വരാം. മനസ്സിലായില്ലേ? അപ്പോൾ ചില കാര്യങ്ങൾ നമ്മളുടെ ലിമിറ്റ്സിലല്ല, ആ സമയത്ത് വന്നതായിരിക്കാനാണ് സാധ്യത. അതുകൊണ്ടാണ് ഡോക്ടർ പെട്ടെന്ന് മദറിന് എന്തെങ്കിലും ഒരു ഷോക്ക് പോലെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇതാവുമോ? അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഷോക്ക് പോലെ വന്നതുകൊണ്ട് റിതം വരും എന്നുള്ളത് ഞാൻ എവിടെയും വായിച്ചിട്ടില്ല, തുറന്നു പറയുകയാണെങ്കിൽ. പക്ഷേ എന്തായാലും അത് നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ എന്തായാലും റെഫർ ചെയ്യാം അങ്ങനെ ഒരു സംഗതികൾ ഉണ്ടോ എന്നുള്ളത്. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു സംഗതി നിന്നെ അവർ കൺസീവ് ചെയ്യാനുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ നെക്സ്റ്റ് പ്രഗ്നൻസിക്ക് ഗൈനക്കോളജിസ്റ്റിനോടും റേഡിയോളജിസ്റ്റിനോടും നിങ്ങൾ വ്യക്തമായിട്ട് പറയണം. അപ്പോൾ നമുക്ക് ഈ കണ്ടക്ഷൻ സ്റ്റഡീസ് ഇപ്പോൾ ഭയങ്കര അഡ്വാൻസ്മെൻറ്റാണ്. ഹാർട്ടിൻ്റെ പഠനങ്ങളെക്കുറിച്ച് പണ്ടത്തെക്കാൾ നമ്മൾ 4-6 മാത്രം കണ്ടിരുന്നൊരു കാലം പോയി. ഹാർട്ടിൻ്റെ അനാട്ടമി പ്രോപ്പറായി പറഞ്ഞ് ഫീറ്റൽ എക്കോ ചെയ്യാൻ തുടങ്ങി. ഈ റിതം സ്റ്റഡീസ് എല്ലാം ഇപ്പോൾ വളരെയധികം ഡെപ്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ തീർച്ചയായും ഇൻ ഫ്യൂച്ചർ അതിനുള്ള സൊല്യൂഷൻ തീർച്ചയായും ഉണ്ടാവും, നമുക്ക് പ്രത്യാശിക്കാം. ഓക്കെ ഡോക്ടർ, താങ്ക് യു. മോസ്റ്റ് വെൽക്കം മാം.
നമുക്ക് ഏതായാലും കോട്ടയത്ത് നിന്ന് മറ്റൊരു കോളർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട് സംശയവുമായിട്ട്. മിജിയാണ് വിളിക്കുന്നത്, ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. ഹലോ പറയൂ. ഹലോ ഡോക്ടർ, ഡൗട്ട് പറഞ്ഞോളൂ, വിളിച്ചോളൂ, പറഞ്ഞോളൂ, ധൈര്യത്തോടെ പറഞ്ഞോളൂ. അതെന്നാന്നറിയാവോ, ഒരുപാട് കുട്ടികൾ വേണമെന്ന് ആഗ്രഹം, ഒരു 8-9 പേരൊക്കെ വേണമെന്ന്. ആർക്ക്? മാമിനാണോ? എല്ലാരും പറയുന്നത് മാമിന് 8-9 കുട്ടികൾ വേണമെന്നാണ് ആഗ്രഹം. ഓക്കെ ഓക്കെ, പറയൂ പറയൂ, നല്ല ആഗ്രഹമാണ്. നമ്മൾ പോപ്പുലേഷൻ അവരൊന്ന് കാണണ്ട കേട്ടാ. ഓക്കെ ഓക്കെ, പറയൂ പറയൂ. അത് കുഴപ്പമുണ്ടോ, അത് നടക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നേ. അത് എനിക്കതെങ്ങനെ ഞാൻ പറയാനാ നടക്കുമെന്നുള്ളത്. കാരണം നിങ്ങളെ യൂട്രസ് ഇപ്പം നമ്മളെ കാരണവന്മാരും പാരൻസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഗ്രാൻഡ് ഫാദറിന് എനിക്കൊന്ന് 12 പേരുടെ അവരുണ്ട്, ഒരു ഡസനുണ്ട് ഗ്രാൻഡ് ഫാദറിന്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അതുണ്ട്. പക്ഷേ ഇന്നത്തെ പ്രാക്ടിക്കൽ ഇത് വെച്ചിട്ട് അതൊക്കെ പ്രാക്ടിക്കലി പോസിബിൾ ആണോ എന്ന് എനിക്കറിയില്ല. കാരണം ഒന്നാമത് സ്റ്റാറ്റസും ഫിസിക്കൽ സ്റ്റാറ്റസും നിങ്ങളെ ഹെൽത്ത് സ്റ്റാറ്റസും, പണ്ടത്തെ അമ്മമാരൊക്കെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ അതേപോലുള്ള ഒരു ഹെൽത്ത് സ്റ്റാറ്റസ് നിങ്ങൾക്ക് വേണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഓരോ പ്രഗ്നൻസി കൂടുമ്പോൾ അതിനനുസരിച്ചുള്ള റിസ്ക്സും കോംപ്ലിക്കേഷൻസും ധാരാളം ഉണ്ട്. അപ്പോൾ അതെല്ലാം അന്നത്തെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾക്കൊക്കെ അത്രയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നിങ്ങൾക്കും അങ്ങനെ തന്നെ വേണം വേണം പറഞ്ഞു നമുക്ക് പല ആഗ്രഹമായി. അത് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ എന്നിരുന്നാലും പ്രാക്ടിക്കലി അത് പോസിബിൾ ആണോ എന്നുള്ളത് ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതല്ലേ ഡോക്ടർ, ഏതെങ്കിലും ഡോക്ടറെ പോയി കണ്ട ഇരട്ടക്കുട്ടികൾ ഉണ്ടാവാൻ സാധ്യത വല്ലതും ഉണ്ടോ? തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആരും അത് എൻകറേജ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഈ പാർട്ട് ഗൈനക്കോളജിസ്റ്റിൻ്റെ പാർട്ടാണ്. കാരണം നിങ്ങൾക്ക് ട്വിൻസ് ഉണ്ടാക്കാൻ പറ്റുമോ? ഞാൻ മെയിനായിട്ട് ഇമോജിയോളജി, അതായത് റേഡിയോളജി പാർട്ടാണ് ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ സംശയം സ്കാനിങ്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് കൃത്യമായ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ഡോക്ടറോട് ചോദിക്കാം. അത്തരത്തിൽ എന്തെങ്കിലും സംശയം നിലവിൽ മിജിക്കുണ്ടോ? തീർച്ചയായിട്ടും ഈ വിഷയം നമുക്ക് വേറൊരു ദിവസം പരിഗണിക്കാം. അന്ന് എന്തായാലും മിജി വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുട്ടികളിലെ ജനിതക വൈകല്യം നേരത്തെ കണ്ടെത്തുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചു വന്നത്. അപ്പോൾ അതിനോട് അനുബന്ധിച്ചുള്ളൊരു ചോദ്യമാണ്. നമ്മളെപ്പോഴും കേൾക്കാറുണ്ട് ഹെറിഡിറ്ററി ഡിസീസിനെ കുറിച്ച്. ഡിസീസ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, ഒരു സ്റ്റാറ്റസ് ആണ്. അപ്പം എങ്ങനെയാണ് ഈ ജനിതക വൈകല്യങ്ങൾ, അതായത് പരമ്പരാഗതമായിട്ട് വരുന്ന വൈകല്യങ്ങൾ തിരിച്ചറിയുന്നതിൽ സാധാരണഗതിയിലുള്ളതിനേക്കാൾ കവിഞ്ഞൊരു ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പോൾ നമ്മളെ പൊതുവെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജനിതക ഈ വൈകല്യങ്ങൾ വരുന്നതിന് ഒരു കാരണം ഫെമിലിയലാണ്, പിന്നൊന്ന് എൻവയോൺമെൻറ്റൽ സാഹചര്യം. അതായത് നേരത്തെ ഒരു കോളർ പറഞ്ഞ പോലെ മരുന്ന് കഴിച്ചു. ഇപ്പോൾ ചില മരുന്ന് ഫീറ്റോ ടോക്സിക്കാണ്. പിന്നെ അയോണൈസിങ് റേഡിയേഷൻ, എക്സ്റേ എടുത്തു, ഗർഭം അറിഞ്ഞില്ല, നേരെ പോയി എക്സ്റേ എടുത്തു പെൽവിക് ഓർഗാൻസിൻ്റെ. അപ്പോൾ അയോണൈസിങ് റേഡിയേഷൻ ഒരു 10 റേഡറിൻ്റെ മുകളിലാണെങ്കിൽ ഫസ്റ്റ് ഡേ ഓഫ് എംബ്രിയോജെൻസിസ്, അതായത് കുട്ടി ഉണ്ടാകുന്ന ദിവസമാണെങ്കിൽ അത് അബോർഷൻ ആവാനുള്ള സാധ്യത കൂടുതലാണ്, വൈകല്യങ്ങളാവാനുള്ള സാധ്യത കൂടുതൽ, ലെഡ് ടോക്സിസിറ്റി. അപ്പോൾ ഇതെല്ലാം എൻവയോൺമെൻറ്റൽ ഫാക്ടറാണ്. ഫെമിലിയലായിട്ട് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ തലസീമിയ ഒരു ഉദാഹരണത്തിന്, അച്ഛനും അമ്മയും രണ്ടുപേരും നോർമലായിരിക്കാം, പക്ഷേ അവർ ഒരു പ്രത്യേക അസുഖത്തിൻ്റെ കാരിയേഴ്സ് ആയിരിക്കാം. അപ്പോൾ നാച്ചുറലി കുട്ടികൾക്ക് ഈ അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. ഇത് കൂടാതെ പലതും ഫാമിലിയലായിട്ട് പല ഡിസീസസും ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അത് ജനറ്റിക് ഡിസോർഡേഴ്സ്, മൾട്ടി ക്രോമോസോമൽ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അതൊരു വലിയ വിഷയമാണ്. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായും അതിൽ സ്കാനിങ്ങിനുള്ള റോള് വളരെ വളരെ വലുതാണ്. കാരണം പ്രോപ്പറായുള്ളൊരു സമയത്ത് എത്തി നമ്മളത് സ്കാൻ ചെയ്യാന്നുള്ളത് തന്നെ വളരെ കാരണം ഈ 12ാമത്തെ ആഴ്ചയുടെ സ്കാനിങ്ങിൽ പ്ലസ് ഈ ഡബിൾ മാർക്ക് നമ്മൾ ഈ ടെസ്റ്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് കണ്ടുവരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. പിന്നെ അത് കൂടാതെ NIPT, നോൺ ഇൻവേസീവ് പ്രീനാസൽ ടെസ്റ്റുകളുണ്ട്. ഈ ടെസ്റ്റുകളും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം വൈകല്യങ്ങളെല്ലാം നമുക്ക് നേരത്തെ തന്നെ പിക്ക് ചെയ്യാൻ പറ്റുന്നത്. എന്തായാലും ഡോക്ടർ പറഞ്ഞു വന്നത് അതാണ്, കൃത്യമായൊരു ഡോക്ടറെ കണ്ട് കൃത്യമായ അഡ്വൈസ് എടുത്ത് അതിനനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യമെന്നാണ്. ഏതായാലും ഇന്നത്തെ നമ്മുടെ ഡോക്ടർ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഏതായാലും ഡോക്ടർ വളരെയധികം സന്തോഷം, ഒരുപാട് തിരക്കിനിടയിലും ഡോക്ടർ ഞങ്ങളുടെ പ്രേക്ഷകരോട് സംസാരിച്ചതിന്. നാളെ മറ്റൊരു വിഷയവുമായി കണ്ണൂർ മിംസ് ഹോസ്പിറ്റലിലെ ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിലെ ഡോക്ടർ അമിത് ശ്രീധർ നമ്മളോടൊപ്പം ചേരും. ബൈ.